ഇനിയും ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം റിനു ശ്രീധറിലേക്കാണ്. റിനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ? റിനു. ഗുഡ് മോർണിംഗ് ഉന്മേഷ. ഇന്ന് വലിയ തിരക്കുള്ള വാർത്താ ദിനം തന്നെയാണ്. ഏറ്റവും പ്രധാനം തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി CPM-ന്റെ നേതൃതല യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും എന്നുള്ളതാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും വരുന്ന 2 ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തും. എന്തായാലും ശബരിമല സ്വർണ്ണക്കള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായി എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്. അത് തന്നെയാണോ CPM-ന്റെ നിലപാടും അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ നിലപാടും എന്നുള്ളത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം കഴിയുമ്പോൾ അറിയാം. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായി അത് ചർച്ച ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത SIT-യുടെ സ്വർണ്ണക്കൊള്ളയിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഡി മണിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം. താൻ ഡി മണി അല്ല എന്നുള്ളത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രവാസി വ്യവസായി അദ്ദേഹത്തിന്റെ ചിത്രമടക്കം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ പ്രവാസി വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുവാനും SIT പോകുന്നുണ്ട്. ഒപ്പം ഈ ഡി മണിയുടെ ഫോൺ നമ്പർ ഈ ചിലരുടെ പക്കൽ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളുടെ പക്കൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡി മണിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും ഇന്ന് തിരഞ്ഞെടുക്കും. രാവിലെ 10:30-ക്കാണ് അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും സർപ്രൈസ് സ്ഥാനാർത്ഥികളെ പോലെ തന്നെ ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ടുള്ള ഒരു വിമതരുടെയും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പലയിടത്തും അത്തരത്തിലുള്ള ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് 2:30-ഓടുകൂടിയാണ് ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. ജില്ലാ പഞ്ചായത്തുകളിൽ കളക്ടറാണ് വരണാധികാരി. മറ്റ് സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉന്മേഷ. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.